ആനകളെ അബോധാവസ്ഥയിലാക്കുന്ന ഒരു പഴം. ഈ പഴം കഴിച്ചാൽ ആനകൾക്ക് ലക്കുകെടും. അവ ബോധമില്ലാതെ നടക്കും. ഇങ്ങനെയൊരു പഴത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയിലെ മാറുല പഴത്തെ പറ്റിയുള്ള ഒരു പൊതുവിചാരവും മിത്തുമാണ് ഇത്. തെക്കൻ ആഫ്രിക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ക്രൂഗർ വനത്തിനും മറ്റും കാണപ്പെടുന്നതാണ് മാറുല മരങ്ങൾ. 16 അടി വരെയൊക്കെ പൊക്കത്തിൽ വളരുന്ന ഈ മരങ്ങൾ ആനമരങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ മരത്തിലെ പഴങ്ങൾ മാറുല പഴങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ സിയുടെ വലിയൊരു സ്രോതസ്സാണ് ഇവ. ആനകൾ മാത്രമല്ല, മറ്റനേകം ജീവികളും ഈ പഴം ഭക്ഷിക്കുന്നുണ്ട്. ആനകൾക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് ഈ പഴങ്ങൾ. കാലം പോകെ ഈ പഴങ്ങൾ ഭക്ഷിച്ച് ആനകൾ ലക്കുകെടുമെന്ന ഒരു വിശ്വാസം തദ്ദേശീയരായ ആളുകൾക്കിടയിൽ പരന്നു. അമറുല എന്നൊരു മദ്യം ഈ പഴത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ മദ്യത്തിന് ആനയുടെ ചിത്രം ലോഗോയായി നൽകുകയും ചെയ്തതോടെ ഈ വിശ്വാസം ശക്തമായി. ചില ഡോക്യുമെന്ററികളിൽ ഇക്കാര്യം തെറ്റായി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മാറുല പഴങ്ങൾ ആനകൾ ധാരാളമായി കഴിക്കാറുണ്ടെങ്കിലും ഇവ മൂലം ലക്കുകെടില്ലെന്ന് ഗവേഷകർ പറയുന്നു. ഒന്നാമത്തെ കാര്യം, പഴങ്ങൾ ദിവസങ്ങളോളം കിടന്ന് പുളിക്കുമ്പോഴാണ് അതിലെ ആൽക്കഹോൾ അംശം കൂടുന്നത്. എന്നാൽ മാറുല തേടുന്ന ഒട്ടേറെ ജന്തുക്കളുള്ളതിനാൽ ഇങ്ങനെ കിടന്ന് പുളിക്കാറുമില്ല. ആനകളുടെ കാര്യം ഇങ്ങനെയാണെങ്കിലും ജന്തുക്കളിലും പക്ഷികളിലും ചിലർ നന്നായി മദ്യപിക്കുമെന്നതും വസ്തുതയാണ്. വടക്കേ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ബൊഹീമിയർ വാക്സ്വിംഗ് എന്ന പക്ഷികൾ റൊവാൻ എന്നു പേരുള്ള ഒരു മരത്തിലെ പഴങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നവയാണ്. തണുപ്പുകാലമാകുമ്പോഴാണ് ഈ പക്ഷികൾ പഴം തേടിയെത്തുന്നത്. അപ്പോഴേക്കും മരത്തിലെ പഴങ്ങൾ മൂത്തുപഴുത്ത് അവയിൽ നുരപ്പിക്കൽ നടന്നിട്ടുണ്ടാകും. ഈ പഴങ്ങൾ പക്ഷികൾ കൂട്ടമായി ഭക്ഷിക്കും. മിക്ക പക്ഷികളും കുറച്ചു കഴിഞ്ഞ് മത്തുപിടിച്ച് പറന്നു പോകാറുണ്ട്. എന്നാൽ ചില ടീമുകൾ പഴം കഴിച്ച് ഫിറ്റായി ലക്കുകെട്ടാണ് തിരികെ പറക്കുന്നത്. പോകുന്ന പോക്കിൽ ബോധമില്ലാതെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനാലയിൽ വന്നിടിക്കുന്നതും സ്ഥിരം സംഭവമാണ്. ഓസ്ട്രേലിയയിലെ ലോറിക്കീറ്റ് എന്ന ഇനം തത്തകളും ഒരു പ്രത്യേക സീസണിൽ പഴം കഴിച്ച് ഫിറ്റാകും. ഇങ്ങനെ ഫിറ്റായി പോകുന്ന പോക്കിൽ താഴെ വീണ തത്തകളുടെ ഒരു സീസൺ പോലും ഉണ്ടായിരുന്നു. മലേഷ്യയിലെ ട്രീഷു എന്ന ജീവി കാഴ്ചയിൽ എലിയെ പോലെയാണ് ഉള്ളത്. ഇവ രാത്രിയായാൽ മലേഷ്യയിലെ ചില പ്രത്യേക പനകൾക്കരികിലെത്തും. അവയിലെ കള്ളു കുടിക്കാനാണ് ഇങ്ങനെ എത്തുന്നത്. 2 മണിക്കൂറോളം ഒറ്റയിരുപ്പിന് കള്ളു കുടിക്കുന്ന ഇവർക്ക് പക്ഷേ ലഹരി പിടിക്കാറില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. കരീബിയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വെൽവെറ്റ് എന്ന ഇനം കുരങ്ങന്മാർക്കും മദ്യപാനം നല്ല ഇഷ്ടമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.